മനുഷ്യനെ സ്വന്തം ഛായയിൽ സൃഷ്ടിച്ച് പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന പിതാവായ ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. സോളി വചനം ശ്രവിക്കുന്ന എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടെ. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ ഇനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ ഈ വചനം നമ്മിലൂടെ ഒരാളുടെ അടുത്തെങ്കിലും എത്തുവാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. സോളെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഏലിയായുടെ സ്വർഗാരോപണത്തിന് ശേഷം ചുഴലിക്കൊടുങ്കാറ്റിൽ ഏലിയ സ്വർഗത്തിലേക്ക് ഉയരുന്നതായിട്ട് 2 രാജാക്കന്മാർ 2-ാം അധ്യായം 11-ാം തിരുവചനത്തിൽ നമ്മൾ കാണുകയാണ്. അങ്ങനെ രാജാക്കന്മാരുടെ പുസ്തകത്തിലൂടെ ഏലിയ ചുഴലിക്കൊടുങ്കാറ്റിൽ സ്വർഗത്തിലേക്ക് ഉയരുന്നത് ഏലീഷ പ്രവാചകൻ കാണുകയും അങ്ങനെ ഏലീഷ പ്രവാചകന് ഏലിയായ്ക്കുണ്ടായിരുന്നതിൻ്റെ ഇരട്ടിപ്പങ്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏലീഷ ഏലിയായുടെ ഇരട്ടിപ്പങ്കോടുകൂടെ വീണ്ടും ശുശ്രൂഷ ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്തു. സോളെ ഇപ്രകാരം ചുഴലിക്കൊടുങ്കാറ്റിൽ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഏലിയ വീണ്ടും വരുമെന്നാണ് സകല പ്രവാചകന്മാരും പ്രവചിച്ചത്. മലാക്കി പ്രവാചകൻ 4-ാം അധ്യായത്തിൻ്റെ 5-ാം വചനത്തിൽ പറയുകയാണ്, പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അയക്കും. സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ഏലിയ ഇതാ നൂറ്റാണ്ടുകൾക്ക് ശേഷം മലാക്കി പ്രവാചകൻ പറയുകയാണ്, പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. പ്രഭാഷകൻ 48-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയാണ്, നീ ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരും. സഹോദരങ്ങളെ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ഏലിയ നിശ്ചിത സമയത്ത് തിരിച്ചു വരുമെന്ന് ഇതാ പ്രവചനങ്ങളാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ട് പുതിയ നിയമത്തിലേക്ക് ഇതാ ഏലിയ കടന്നു വരുന്നത് എങ്ങനെയാണ്? ഏലിയ എന്ന പേര് സ്വീകരിച്ചുകൊണ്ടല്ല ഏലിയ പ്രവാചകൻ കടന്നു വരുന്നത്. എലിസബത്ത് ഗർഭം ധരിച്ച് പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ പ്രവചനമുണ്ടായി, അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയുമെന്ന് സ്നാപക യോഹന്നാനെ കുറിച്ചാണ് പ്രവചനമുണ്ടായത്. ഈ പ്രവാചകനെ കുറിച്ച് സ്വന്തം പിതാവ് സക്കറിയ പുരോഹിതൻ പറയുകയാണ്, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടുത്തെ മുമ്പേ പോകുമെന്ന്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 76-ാം തിരുവചനത്തിലൂടെ സക്കറിയാസ് പുരോഹിതൻ ജനിച്ച കുഞ്ഞിനെ സ്നാപക യോഹന്നാൻ എന്ന് പേരിട്ടതിനു ശേഷം കുഞ്ഞിനെ എടുത്തുയർത്തിയിട്ട് പ്രവചിക്കുകയാണ്, നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടുത്തെ മുമ്പേ പോകുമെന്ന്. സഹോദരങ്ങളെ, ദൈവം പ്രവാചക ഗണത്തിലേക്ക് നമ്മെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. കർത്താവിന് വഴിയൊരുക്കുവാനായി എന്നെയും നിങ്ങളെയും കർത്താവ് ക്ഷണിക്കുകയാണ്. അതുകൊണ്ടാണ് പത്രോസ്ലീഹ പറയുന്നത്, നമ്മൾ പ്രവാചക ഗണമാണ്, പുരോഹിത വർഗമാണ്, ദൈവത്തിൻ്റെ വിശുദ്ധ ജനമാണ് എന്ന്. ദൈവത്തിൻ്റെ വിശുദ്ധ ജനത്തിൻ്റെ ഗണത്തിലേക്ക്, പ്രവാചക ഗണത്തിലേക്ക്, പുരോഹിത വർഗത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയുണ്ട്. സ്നാപക യോഹന്നാനെ പോലെ നമ്മളും കർത്താവിന് വഴിയൊരുക്കണം. അതായത് ക്രിസ്തുവിൻ്റെ വചനം പ്രഘോഷിച്ചുകൊണ്ട് യേശു ക്രിസ്തു മാത്രമാണ് സത്യതയുമെന്ന് പ്രഘോഷിക്കുവാനും ആ ക്രിസ്തു വരുമ്പോൾ 2ാമത്തെ ആഗമന ദിവസത്തിൽ കർത്താവിന് വഴിയൊരുക്കുവാൻ നമ്മൾ തയ്യാറായി നിൽക്കണമെന്ന് പ്രവാചകനിലൂടെ കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതാ ലൂക്കാ 1:77 വീണ്ടും അരുളി ചെയ്യുകയാണ്, ജനത്തിന് പാപമോചനം വഴി ലഭിക്കുന്ന രക്ഷയെക്കുറിച്ചുള്ള അറിവ് കൊടുക്കുവാൻ വേണ്ടിയാണ് ഏലിയ പ്രവാചകൻ വീണ്ടും വരുന്നത്. ആ ഏലിയ വന്നത് സ്നാപക യോഹന്നാന്റെ രൂപത്തിലാണ്. ജനത്തിന് പാപമോചനം വഴി കിട്ടുന്ന രക്ഷയെക്കുറിച്ച് അറിവ് കൊടുക്കുക. അപ്പോൾ സഹോദരങ്ങളെ, പ്രവാചക ഗണത്തിലേക്ക് കടന്നു വരുന്ന നമ്മളും പുരോഹിത വർഗത്തിലേക്ക് കടന്നു വരുന്ന എനിക്കും നിങ്ങൾക്കും ദൈവമായ കർത്താവ് നൽകിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമാണ്. ജനത്തിന് പാപമോചനം ലഭിക്കുന്നത് മാമോദീസായിലൂടെയാണ് എന്നും ഈ മാമോദീസ ആരംഭിച്ചത് സ്നാപക യോഹന്നാനിലൂടെയാണ് എന്നും നമ്മൾ കത്തോലിക്കരെല്ലാം വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നുണ്ട്. പാപമോചനത്തിനായുള്ള ഏക മാമോദീസായും ഞങ്ങൾ ഏറ്റുപറയുന്നു. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ പാപങ്ങൾ ആധികാരികമായി ക്ഷമിക്കപ്പെടുന്നത് മാമോദീസ എന്ന കൂദാശയിലൂടെയാണ്. ഇപ്രകാരം മാമോദീസ എന്ന കൂദാശയിലൂടെ പാപം ക്ഷമിച്ചവർക്ക് മാത്രമേ കത്തോലിക്ക സഭയിലെ പുരോഹിതന്മാരുടെ അടുക്കൽ നിന്ന് കുമ്പസാരം എന്ന കൂദാശയിലൂടെ വീണ്ടും പാപമോചനം ലഭിക്കുകയുള്ളൂ. രണ്ടാമത് നമുക്ക് പാപമോചനത്തായ ഒരു മാമോദീസ ഇല്ല.
അപ്പോൾ ഈ മാമോദീസ വഴിയാണ് നമ്മുടെ പാപമോചനം ലഭിക്കുന്നതെന്ന അറിവ് ജനത്തിന് കൊടുക്കുക എന്ന ഉത്തരവാദിത്വമായിരുന്നു അമ്മയുടെ ഉദരത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്നാപക യോഹന്നാന് ലഭിച്ചത്. സഹോദരങ്ങളെ, ഈ പ്രവചനത്തിൽ ആരൊക്കെ വിശ്വസിക്കുന്നോ ആ എല്ലാവർക്കും ദൈവമായ കർത്താവ് ഒരു ഉത്തരവാദിത്വം നൽകിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർക്ക്, നമ്മെ പരിചയമുള്ളവർക്ക് പാപമോചനത്തിന് വേണ്ടിയുള്ള രക്ഷയുടെ അടയാളമാണ് മാമോദീസ എന്നും ഈ മാമോദീസായിലൂടെയാണ് ജനത്തിന് പാപമോചനം ലഭിക്കുന്നതെന്നും അങ്ങനെ പാപമോചനം വഴിയാണ് രക്ഷയെന്നുമുള്ള വലിയ തിരിച്ചറിവ് ജനത്തിന് നൽകുക എന്നുള്ളതാണ് ഇന്ന് ഓരോ ക്രൈസ്തവന്റെയും വിളി. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നമ്മൾ ക്രൈസ്തവരായതിൽ നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ മരണ ദിവസം ഒരാത്മാവിനെയെങ്കിലും നമുക്ക് കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകുവാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, ഇന്ന് ശുശ്രൂഷകൾക്കും ദൈവിക ചിന്തകൾക്കും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും തടസ്സം നിൽക്കുന്ന അനേകം അന്ധകാര ശക്തികൾ രാഷ്ട്രീയക്കാരുടെ രൂപത്തിൽ, മതത്തിൻ്റെ രൂപത്തിൽ, അധികാരികളുടെ രൂപത്തിലൊക്കെ നമ്മെ നേരിടാറുണ്ട്. മറ്റ് പല സഭകളുടെ രൂപത്തിൽ നേരിടാറുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ കൃപ നമ്മുടെ മേൽ കടന്നു വരുന്നതിനും കർത്താവായ യേശു അനുവദിച്ചു നൽകുന്ന രക്ഷ ഓരോ മനുഷ്യനും സ്വന്തമാക്കുന്നത് എപ്രകാരമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ലഭിച്ചുകൊണ്ട് ആ തിരിച്ചറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ട കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ്ലീഹ പറയുകയാണ്, മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിൽ വസിക്കുന്ന ദൈവകൃപയാണ് അധ്വാനിച്ചത്. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ദൈവകൃപ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിനും അങ്ങനെ ദൈവകൃപയിലെ ശക്തിയാൽ നമുക്ക് അധ്വാനിക്കുവാനും മറ്റുള്ള ആത്മാക്കളെ രക്ഷിക്കുവാൻ വേണ്ട കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞ് അനേകം ആത്മാക്കളെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാനും അങ്ങനെ അന്ത്യ ദിവസത്തിൽ അവർ ആനന്ദത്തിൻ്റെ പറുദീസയിലേക്ക് കടന്നു വരുവാൻ വേണ്ട കൃപാവരങ്ങൾ ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, സ്നാപക യോഹന്നാൻ പറയുകയാണ്, മത്തായിയുടെ സുവിശേഷം 3:11, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ ശക്തനാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, പരിശുദ്ധാത്മാവ് കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനപ്പെടുത്തുന്നവൻ ക്രിസ്തുവാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അധികാരം ലഭിച്ച പ്രവാചക ദൗത്യം ഏറ്റെടുത്ത സ്നാപക യോഹന്നാന് നൽകിയത് മാനസാന്തരത്തിനായി ജലം കൊണ്ട് സ്നാനപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. സഹോദരങ്ങളെ, ഇന്നും മാനസാന്തരത്തിനായി ജലം കൊണ്ടുള്ള സ്നാനത്തിലേക്ക് അനേകരെ ക്ഷണിക്കുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുന്ന വ്യക്തികൾക്ക് ജലം കൊണ്ട് സ്നാനപ്പെടുന്ന ആ മാനസാന്തര അനുഭവത്തിലേക്ക് മറ്റനേകരെ ക്ഷണിക്കുവാൻ കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി അയച്ചുകൊണ്ട് നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്. കർത്താവായ ഈശോയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കുന്നു. അനേകം വ്യക്തികൾ അന്ധകാരത്തിൽ കഴിയുന്ന മക്കൾ രോഗപീഠകളിൽ, തകർച്ചകളിൽ, അസ്വസ്ഥതകളിൽ, നിരാശയിൽ, ഉത്കണ്ഠയിൽ കഴിയുന്ന എല്ലാവരും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകല അടിച്ചമർത്തലുകൾ, ബന്ധനങ്ങൾ, പൈശാചിക പീഡനങ്ങൾ ഇവയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഉയർത്തെഴുന്നേറ്റ് അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അങ്ങനെ അനേകം വ്യക്തികൾ അങ്ങയെ അറിയുവാനും അനേകർ മാനസാന്തരത്തിനു വേണ്ടി പാപമോചനത്തിലൂടെ അങ്ങയെ അറിഞ്ഞ് അനുഭവിച്ച് അങ്ങയുടെ മക്കളായി ഭൂമിയിൽ ജീവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, സ്നാപക യോഹന്നാനെ പോലെ ഞങ്ങളും പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ, സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കിടന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾ ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അങ്ങയെ ശുശ്രൂഷ ചെയ്യുവാൻ, അങ്ങയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള ശക്തിയും കൃപാവരങ്ങളും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.